ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കാടിന്റെ ഹൃദയം കണ്ടെത്തിയ രണ്ട് സുഹൃത്തുക്കളെ കാണാം. പാട്ടുകാരിയായ ചിന്നുത്തത്തമ്മയും ബുദ്ധിമാനായ ജംബോ ഗൊറില്ലയും. വാ, കഥ കേട്ടാലോ. ഒരിടത്തൊരിടത്ത് ഇല്ലിമുളങ്കാട്ടിൽ വർണ്ണ ചിറകുകളോടുകൂടിയ ചിന്നുത്തത്തമ്മ താമസിച്ചിരുന്നു. കാടു മുഴുവൻ പാട്ടുപാടി അവൾ പറന്ന് നടക്കുമായിരുന്നു. കാടന്റെ കാട് കൂടന്റെ കൂട് പാട്ടും പാടി പാറി പറക്കണം. ഒരു ദിവസം ചിന്നു കാട്ടിലൂടെ പറന്ന് നടക്കുമ്പോൾ അസ്വാഭാവികമായി എന്തോ സംഭവിച്ചതായി അവൾക്ക് തോന്നി. ഇന്നെന്താ കാടിന് ഇത്ര നിശബ്ദത? പക്ഷികൾ പാടുന്നില്ല, വണ്ടുകൾ മൂളുന്നുമില്ല, പൂക്കൾ വിരിഞ്ഞിട്ടുമില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചിന്നു പെട്ടെന്ന് കാടിന്റെ നടുവിലേക്ക് പറന്നു. അവിടെ വലിയ മുളകൾക്കിടയിലാണ് കാടിന്റെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ തിളങ്ങുന്ന ഒരു വലിയ മാന്ത്രിക കല്ലുണ്ടായിരുന്നു. അവിടെ എത്തിയ ചിന്നു ഞെട്ടിപ്പോയി. അയ്യോ, മാന്ത്രിക കല്ല് കാണാനില്ലല്ലോ. അതുകൊണ്ടാ കാട് ഇത്ര നിശബ്ദമായിരിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ പറന്ന് പറന്ന് മലകൾക്കരികിലുള്ള ഒരു വലിയ ഗുഹയുടെ അടുത്തെത്തി. അവിടെയായിരുന്നു അവളുടെ പ്രിയ കൂട്ടുകാരനായ ജംബോ ഗൊറില്ലയുടെ താമസം. ഭയങ്കര ബുദ്ധിജീവിയും അന്വേഷകനുമായിരുന്നു അവൻ. ജംബോ, നീ അറിഞ്ഞോ? കാടിന്റെ ഹൃദയം കാണാനില്ല. എന്ത്? ഹൃദയം കാണാനില്ലെന്നോ? ആരെങ്കിലും ഇനി കട്ടെടുത്തതായിരിക്കുമോ? വെറുതെയല്ല കാട് ഇത്രയും നിശബ്ദമായിരിക്കുന്നത്. നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി ശരി, നമുക്കുടൻ തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ അവർ ഹൃദയം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചു. കാടിന് നടുവിൽ നിന്നും ഒരു വലിയ കറുത്ത തൂവൽ തെളിവായി അവർക്ക് കിട്ടി. ഇത് നോക്കിയേ, എന്ത് വലിയ തൂവലാ! ഉയ്യോ, ഇത് ഭീമാകാരനായ ഏതോ ജീവിയുടേതാ. അമ്മോ, എന്ത് ജീവിയായിരിക്കും? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടേ ഇല്ല. ആരോടെങ്കിലും അന്വേഷിക്കാം, ആർക്കെങ്കിലും അറിയാമായിരിക്കും. അങ്ങനെ കാട് മുഴുവൻ അവർ അന്വേഷണം തുടർന്നു. നടന്നവർ മൂങ്ങയമ്മൂമ്മയുടെ അടുത്തെത്തി. മൂങ്ങയമ്മൂമ്മേ, ഇങ്ങനത്തെ തൂവലുകളുള്ള ഒരു ജീവിയെ കണ്ടായിരുന്നോ? ഇതൊരു സാധാരണ ജീവിയല്ല. ഊരിട്ടുള്ളൊരു രാത്രിയിൽ ഒരു ഭീകര ജീവി കാട്ടിലൂടെ പറന്ന് പവിഴമലകൾക്കപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഓ, പവിഴമലയ്ക്കടുത്തേക്കോ? ശരി അമ്മൂമ്മ. അങ്ങനെ മുന്നോട്ടു പോയവർ ഒരു തടാകത്തിനരികിലെത്തി. അവിടെ അവർ ഒരു ആമ ടീച്ചറിനെ കണ്ടുമുട്ടി. ടീച്ചറേ, ഈ തൂവലുകൾ ആരുടെയാണെന്ന് അറിയാമോ? ഞങ്ങളത് അന്വേഷിച്ചു വന്നതാ. ഇരുണ്ട ചിറകുകളുള്ള ഒരു ഭീമാകാരനായ ജീവി ഇതുവഴി ആ പവിഴമലയ്ക്ക് അപ്പുറത്തേക്ക് പറന്നുപോയിരുന്നു. അവനെ കണ്ട് ഈ തവളകളെല്ലാം പേടിച്ചു പോയി. ശരി ടീച്ചർ, ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ബൈ ബൈ ടീച്ചർ. പിന്നീട് അവർ നടന്നെത്തിയത് സുന്ദരിയായ ഒരു മയിലമ്മയുടെ അടുത്താണ്. മയിലമ്മേ, ഇങ്ങനത്തെ തൂവലുകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ പവിഴമലകൾക്കപ്പുറം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം, അവിടെ അപകടം പിടിച്ച സ്ഥലമാണ്. താങ്ക്സ് മയിലമ്മേ, ഞങ്ങൾ ശ്രദ്ധിച്ചേ മുന്നോട്ടു പോകൂ. അങ്ങനെ ചിന്നുവും ജംബുവും കൂടി ദുഷ്കരമായ വഴികളിലൂടെ അന്വേഷണം തുടർന്ന് ഒരു ഗുഹയ്ക്ക് മുന്നിലെത്തി. രക്ഷിക്കണേ, എന്തോ കരച്ചിൽ കേൾക്കുന്നല്ലോ.
വാ, നമുക്കൊന്ന് പോയി നോക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞാൻ നട്സ് അന്വേഷിച്ചിറങ്ങിയതാ, ഇതിനുള്ളിൽ പെട്ടുപോയി. നീ വിഷമിക്കേണ്ട ചിക്കു, ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്നെ രക്ഷിക്കാം. നമുക്ക് ഈ മുളക്കഷ്ണം ഉപയോഗിച്ച് അവനെ രക്ഷിച്ചാലോ? ആ, അത് കൊള്ളാം, നല്ല ഐഡിയ. നമുക്ക് ആ സൈഡിൽ നിന്ന് പാറ തള്ളി നീക്കിയാലോ? ആ, രക്ഷപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ഹീറോസ് തന്നെ. നിങ്ങൾ പവിഴമലയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഈ വെള്ളച്ചാട്ടത്തിനരികിലൂടെ നടന്നാൽ എളുപ്പം അവിടെ എത്താം. താങ്ക് യു ചിക്കു. നീ ഇനി ശ്രദ്ധിച്ചു നടന്നോണം. നടന്നു നടന്നവർ സുന്ദരമായ ഒരു താമരക്കുളത്തിനരികിലെത്തി. അവിടെ ഒരു കൂണിന് പുറത്ത് തവളമാമൻ കിടന്നുറങ്ങുന്നത് കണ്ടു. തവളമാമ, തവളമാമ, ഞങ്ങളെ ഇതിലൂടെ ഒന്ന് കടത്തി വിടാമോ? എന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാലേ ഇതിലൂടെ കടക്കാൻ പറ്റൂ. കടങ്കഥയോ? എന്നാ ചോദിച്ചോ. ശരി കേട്ടോ. ചിറകില്ലാതെ ഞാൻ പറക്കും, കണ്ണില്ലാതെ ഞാൻ കരയും. ഞാൻ ആരാ? പറക്കും, പക്ഷെ ചിറകില്ല. അത് കിട്ടിപ്പോയി, വേഗം. ശരി ഉത്തരം. നിങ്ങൾ പോയിക്കോ, ഞാൻ ഒന്നുകൂടെ കിടന്നൊന്ന് ഉറങ്ങട്ടെ. ഞങ്ങൾ പവിഴമലയിലേക്ക് പോവാ. ശ്രദ്ധിച്ചു പോയിക്കോ. ജംബോ, പേടിയാവുന്നടാ, എന്റെ തല കറങ്ങുന്നു. അങ്ങനെ നടന്നു നടന്നവർ അവസാനം നിഗൂഢമായ പവിഴമലകൾക്കരികിലെത്തി. ഇരുണ്ട മലനിരകൾക്കിടയിൽ മരച്ചില്ലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ കൂടവർ കണ്ടു. എന്റെ അമ്മോ, ഇതെന്തൊരു വലിയ കൂടാ! ആ കൂട് നിറയെ പവിഴങ്ങളും രത്നങ്ങളും നിറഞ്ഞതായിരുന്നു. അതിന് നടുവിലായി വലിയ ഒരു മരത്തിന് ചുവട്ടിൽ അതാ തിളങ്ങിക്കൊണ്ട് കാടിന്റെ ഹൃദയം ഇരിക്കുന്നു. ഹായ് ഹായ്, കണ്ടെത്തിയല്ലോ, നമുക്ക് എടുത്തോണ്ട് പോവാം. നിക്ക് നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. പെട്ടെന്നതാ ഒരു വലിയ കാക്കരാക്ഷസൻ അങ്ങോട്ടേക്ക് പറന്നു വന്നു. ഓടിക്കോ ജംബോ, ഓടിക്കോ. ഇത് കാക്കരാക്ഷസനാടാ, അവന്റെ കൂടായിരുന്നത്. എനിക്കൊരു ബുദ്ധി തോന്നുന്നടാ, നീ എന്റെ കൂടെ വാ. കാക്കരാക്ഷസനെ ഓടിക്കാനുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തു. നീ കുറച്ച് കണ്ണാടികൾ കണ്ടെത്ത്. അത് ഞാൻ ഏറ്റു. ആഹാ, ഈ കണ്ണാടി കൂടി മതിയാകും. ഇത് ഇവിടെ ഇരിക്കട്ടെ. ജംബോ, അവൻ വരുന്നുണ്ടടാ, എല്ലാം റെഡിയല്ലേ? കണ്ണാടിത്തന്ത്രം സെറ്റാടാ. തിരികെ കൂട്ടിലേക്ക് പറന്നിറങ്ങിയ കാക്കരാക്ഷസൻ ചുറ്റുമുള്ള കണ്ണാടികളിൽ അവന്റെ രൂപം കണ്ട് ഞെട്ടിപ്പോയി. പെട്ടെന്ന് വന്ന പ്രകാശവലയം കണ്ട് അവൻ ഭയന്നു വിറച്ചു. സമയമായടാ ജംബോ. ഇതോടെ അവന്റെ പണി തീരും. ഇന്നാ പിടിച്ചോ. തുടർച്ചയായ വാട്ടർ ബലൂണുകളുടെ ഏറുകൊണ്ട് കാക്കരാക്ഷസൻ പേടിച്ചവിടെ നിന്നും എങ്ങോട്ടോ പറന്നുപോയി. നമ്മുടെ തന്ത്രം ഫലിച്ചടാ. ഇനി നമുക്ക് കാടിന്റെ ഹൃദയം എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ അവർ കൂട്ടിൽ നിന്നും ഹൃദയം എടുത്തുകൊണ്ട് കാടിന്റെ മധ്യഭാഗത്തിലേക്ക് തിരികെ എത്തി. പഴയതുപോലെ തന്നെ ഹൃദയത്തിനെ അവിടെ സ്ഥാപിച്ചു. പെട്ടെന്നു തന്നെ മാന്ത്രിക കല്ല് ജ്വലിക്കാൻ തുടങ്ങി. ഭൂം! അതിൽ നിന്നതാ കാടിന്റെ ദേവത പ്രത്യക്ഷപ്പെട്ടു. ചിന്നു,
ജിംബു, നിങ്ങളുടെ ദയ, ധൈര്യം, സുഹൃത്ത് ബന്ധം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ കാടിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. നിങ്ങളാണ് ഇനി മുതൽ ഈ കാട്ടിലെ റിയൽ സൂപ്പർ ഹീറോസ്. നമ്മൾ നേടി ജിംബു. നമ്മൾ ഒരുമിച്ച് നേടി ജിന്നു. അന്നു മുതൽ പിന്നെയും ഇല്ലിമുളങ്കാട് സുരക്ഷിതമായി തുടർന്നു. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ? ധൈര്യം, ദയ, നല്ല കൂട്ടുകാർ എന്നിവയുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.